കുഞ്ഞുണ്ണി മാഷിന്റെ പ്രസിദ്ധമായ ചൊല്ലാണ് വായിച്ചാൽ വിളയും ഇല്ലെങ്കിൽ വളയും എന്ന രീതിയിലാണ് ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ അവസ്ഥ. ജയിച്ചാൽ പടരും ഇല്ലെങ്കിൽ പിളരും എന്നുള്ള അവസ്ഥ. ഈ ഇലക്ഷനോടെ കേരള കോൺഗ്രസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമോ? അതായത് ജയിച്ചാൽ മുന്നണിക്കൊപ്പം ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും പിളർന്നു കൊണ്ടിരിക്കുമോ കേരള കോൺഗ്രസുകൾ? ഈ കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ പിളർപ്പ് എന്ന് പറയുന്നത് ഒരു സാധാരണമായ കാര്യമാണ്. കാരണം നിസ്സാരമായ കാര്യങ്ങൾക്കാണ് പലപ്പോഴും പാർട്ടി പിളർന്നു പോകുന്നത്, അല്ലെങ്കിൽ മുന്നണി ബന്ധം മാറിപ്പോകുന്നത്, ഒരു മുന്നണിയിൽ നിന്ന് മറ്റൊരു മുന്നണിയിലേക്ക് വരുന്നത്. ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ UDF-ലും LDF-ലുമുള്ള കേരള കോൺഗ്രസ് പാർട്ടികളെല്ലാം തന്നെ വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോക്കാം, ഈ മുന്നണിയിലെ അല്ലെങ്കിൽ ഇരു മുന്നണിയിലെ ഏറ്റവും ശക്തമായി ഏറ്റവും കൂടുതൽ സീറ്റുകൾ മത്സരിക്കുന്നത് കേരള കോൺഗ്രസ് M ആണ്. ജോസ് കെ മാണിയാണ് അതിന്റെ ചെയർമാനായി നേതൃത്വം കൊടുക്കുന്നത്. അവർക്ക് ഇടതു മുന്നണി വാരിക്കോരി സീറ്റ് കൊടുക്കുന്നില്ല. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ 12 സീറ്റ് ഇത്തവണ കൊടുത്തിട്ടുണ്ട്. 5 സീറ്റാണ് 2021 അവർ ജയിച്ചു വന്നത്. ഇപ്പോൾ 12 സീറ്റുണ്ട്. ഈ 5 സീറ്റ് നിലനിർത്തുക എന്ന് പറയുന്നത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരള കോൺഗ്രസ് M LDF-നൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് പല രണ്ടാം നിരയിലുള്ള നേതാക്കൾക്ക്, അതുപോലെ തന്നെ കേരള കോൺഗ്രസിന്റെ M-ന്റെ രാഷ്ട്രീയ അല്ലെങ്കിൽ വോട്ട് ബാങ്കായ കത്തോലിക്ക സഭയിലെ കത്തോലിക്ക വിശ്വാസികളുടെ ഇടയിലെല്ലാം തന്നെ ചെറിയൊരു എതിരഭിപ്രായമുള്ള ഒരു വിഷയമാണ്. എന്നായിരുന്നാൽ പോലും രാഷ്ട്രീയമായി UDF-ൽ നിന്ന് പുറത്താക്കപ്പെട്ട് രാഷ്ട്രീയമായി ഒറ്റയ്ക്ക് നിന്നപ്പോൾ അഭയം തന്നത് LDF എന്ന് പറയുന്നതിനൊപ്പം നിന്നാണ് ഇപ്പോഴും LDF-ൽ തന്നെ നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പോലും ഒരു മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള സജീവമായ ചർച്ചകൾ നടന്നൊരു രാഷ്ട്രീയ പാർട്ടിയാണ് കേരള. അതിനകത്ത് തന്നെ നമ്മൾ അപ്പം നോക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണിക്ക് LDF വിട്ട് UDF-ലേക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും മന്ത്രിയായ റോഷി അഗസ്റ്റിന് അതിൽ താല്പര്യമില്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ പാലം അങ്ങ് വലിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി റോഷി അഗസ്റ്റിയെ കൂടി പിണക്കിയിട്ട് ഒരു പാർട്ടിയെ മൊത്തത്തിലേക്ക് കൊണ്ടുവരാനുള്ള നേതൃശേഷി ജോസ് കെ മാണിക്ക് ഇല്ലായിരുന്നു എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ശരിക്കും ചെയർമാനായിരിക്കുന്ന പാർട്ടിയിൽ അദ്ദേഹം ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല പോലൊരു സ്ഥലത്ത് മത്സരിച്ച് തോറ്റു എന്ന് പറയുമ്പോൾ തന്നെ ജോസ് കെ മാണിക്ക് രാഷ്ട്രീയമായി ഒരു അപ്രസക്തനായി പോയി. കാരണം ഇപ്പം LDF ഒരു MP സ്ഥാനം, രാജ്യസഭാ അംഗത്വം MP സ്ഥാനം കൊടുത്തു എന്നുള്ളത് കഴിച്ചാൽ അവർ രാഷ്ട്രീയമായി ഒരു അപ്രസക്തനായി നിൽക്കുന്ന ഒരു സമയമാണ്. പിന്നെ റോഷി അഗസ്റ്റിൻ പാർട്ടിയിൽ വളരെ രീതിയിൽ ശക്തനായി മാറുകയും ചെയ്തു. കാരണം 5 വർഷം മന്ത്രിയായിരുന്നു. പാർട്ടിയെയും അതുപോലെ തന്നെ അണികളെയും രണ്ടാം നിര നേതാക്കളെ എല്ലാം റോഷി അഗസ്റ്റിന്റെ കയ്യിലേക്ക് കൃത്യമായി പിടിച്ചു നിർത്താൻ റോഷി അഗസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ വെല്ലുവിളി ഏറ്റെടുത്ത് റോഷി അഗസ്റ്റിന്റെ അഭിപ്രായം പരിഗണിക്കാതെ ഒരു മുന്നണി മാറ്റത്തിലേക്ക് പോയാൽ പതിവായ ഒരു പിളർപ്പ് അത് കേരള കോൺഗ്രസിൽ ഉണ്ടാവും എന്നുള്ള ഉറപ്പുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും LDF-നൊപ്പം നിൽക്കുന്നത്. ശരിക്കും ജോസ് കെ മാണിയുടെ ആഗ്രഹം മോൻസ് ജോസഫിനെതിരെ കടുത്തുരുത്തിൽ മത്സരിക്കായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആഗ്രഹം ആ ഒരു മുളയിലെ നുള്ളുകയായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ കൈ ഉയർത്തി ഇത് ഞങ്ങളുടെ ചെയർമാൻ പാലായിലും മത്സരിക്കും എന്നുള്ളത്. അത് അവിടെ മാണി ഫാക്ടർ ജോസ് കെ മാണിയെ തുണയ്ക്കുമെന്നാണ് മറ്റുള്ളവർ കരുതിയിരുന്നത്. പക്ഷെ ഈ എക്സിറ്റ് പോളുകൾ വന്നതിന് പിന്നാലെ കാറ്റ് ദിശ മാറി വീശാനാണ് ചാൻസ് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണിക്ക് പാലായി സ്ഥിരം സീറ്റായി കൈവശം വയ്ക്കാമായിരുന്നു. പക്ഷെ ഒരു നിർണായക ഘട്ടത്തിൽ KM മാണിയുടെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഇരുന്നെങ്കിൽ ജോസ് കെ മാണി വിജയിച്ചേനെ. കാരണം ആ ഒരു സഹതാപ തരംഗത്തില് വിജയിച്ചേനെ. പക്ഷെ അന്ന് അവിടെ രാഷ്ട്രീയമായ ഒരു തീരുമാനം എടുക്കാതെ മാറി നിന്ന് മറ്റൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു. മാണി സി കാപ്പൻ ജയിച്ചു. മാണി സി കാപ്പൻ ഭരണമുന്നണിയുടെ അംഗമായി നിന്ന് അവിടെ കൃത്യമായ പ്രവർത്തനം നടത്തി. അതുപോലെ തന്നെ പാലാ നഗരസഭയിലടക്കം ബിനു പുളിക്കക്കണ്ടത്തിന്റെ നേതൃത്വത്തിൽ ഒരു കേരള കോൺഗ്രസിനെതിരായ ഒരു പ്രകടനം അവിടെ നടന്നു. അതിനെല്ലാം കൂടെ ഉള്ള ഫലമാണ് 2021 ജോസ് കെ മാണി വീണതും ഇപ്പോ വീഴുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയത്തിൽ നിൽക്കുന്നതും. ഒരുപക്ഷെ ജോസ് കെ മാണി പരാജയപ്പെട്ടാൽ ഒരുപക്ഷെ അപ്രത്യക്ഷനായി പോവാൻ ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും. കാരണം ജോസ് കെ മാണി ഇപ്പൊ തന്നെ കഴിഞ്ഞ 5 വർഷം ജോസ് കെ മാണി എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒരു റോഷി അഗസ്റ്റിന്റെ പിന്നിലേക്ക് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ജോസ് കെ മാണി പലപ്പോഴും വന്നിരുന്നു. കാരണം ആ ഒരു പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞ ഞങ്ങളുടെ ചെയർമാൻ ജോസ് കെ മാണി ഇവിടെ മത്സരിക്കും, പാലായിൽ മത്സരിക്കുമെന്ന് റോഷി അഗസ്റ്റിനാണ് പറയുന്നത്. വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുകയാണ്. പക്ഷെ ഞാൻ മത്സരിക്കില്ല എന്ന് അവിടെ വെച്ച് പറയാൻ ജോസ് കെ മാണിക്ക് കഴിഞ്ഞതുമില്ല. അതാണ് ആ ഒരു നേതൃത്വം എങ്ങോട്ടാണ് സ്വിച്ച് ചെയ്യുന്നതെന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. ഇപ്പൊ നിലവിൽ 5 സീറ്റ് ജോസ് കെ മാണിയുടെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് M വിജയിച്ചിട്ടുണ്ട്. ആ 5 സീറ്റ് നിലനിർത്തുക, 1-2 സീറ്റുകൾ കൂടി പിടിച്ചെടുക്കുക
നിൽക്കുക. പക്ഷെ ഇത്തവണ എക്സിറ്റ് പോളുകൾ പ്രകാരം ചങ്ങനാശ്ശേരിയിലും കാഞ്ഞിരപ്പള്ളിയിലും കേരള കോൺഗ്രസ് എമ്മിന് തിരിച്ചടി കിട്ടുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. UDF വിനു ജോബ് ചങ്ങനാശ്ശേരിയിൽ വിജയിക്കുമെന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു കേരള കോൺഗ്രസ് എമ്മിന് ഒരു ഷോഷിപ്പിനുള്ള ഒരു സൂചന ഉണ്ടായത്. തീർച്ചയായും ഉറപ്പാണ്. നമ്മൾ എങ്ങനെയാണോ അതിന്റെ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് മത്സരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ മത്സരമാണ്. ഒരു മണ്ഡലവും ഉറപ്പായി ജയിക്കുമെന്ന് പറയുന്നില്ല. ഇപ്പൊ ഇടുക്കിയിലാണെങ്കിൽ റോഷി അഗസ്റ്റിൻ പോലും ജയിക്കുമെന്ന് ഒരു എക്സിറ്റ് പോളും പറയുന്നില്ല. നേരിയ മുൻതൂക്കം അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം ഇതാണ് നിൽക്കുന്നത്. അപ്പൊ പ്രധാന നേതാക്കൾ തന്നെ ഈ വെല്ലുവിളിയാണ് നേരിടുന്നത്. അത് ഈ ഒരു കേരള കോൺഗ്രസ് മാത്രമായിട്ട് നോക്കണ്ട. നമ്മളിപ്പോ UDF കേരള കോൺഗ്രസിന്റെ അവസ്ഥയും സമാനമാണ്. കാരണം ജോസഫ് വിഭാഗം 10 സീറ്റിൽ മത്സരിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, അവരിൽ നിന്ന് 2 സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് 8 എണ്ണത്തിൽ നിങ്ങൾ മത്സരിച്ചാൽ മതി, അതിനുള്ള ശേഷിയെ നിങ്ങൾക്കുള്ളൂ എന്ന് പറഞ്ഞ് 8 സീറ്റ് കൊടുത്തു. ഇതിൽ എത്ര സീറ്റ് ജയിച്ചു വരുന്നു എന്നുള്ളതിലാണ് പ്രധാനം. കാരണം അത്ര സീറ്റ് ജയിച്ചു വരിക, അതുപോലെ ഭരണത്തിൽ പ്രധാന കക്ഷി ആയിരുന്നാൽ മാത്രമേ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് മുന്നോട്ട് പോകാൻ പറ്റൂ. കാരണം PJ ജോസഫിന് 2ാം നിരയായിട്ട് മോൻസ് ജോസഫാണ് ഇപ്പൊ ആ പാർട്ടിയെ നയിക്കുന്നത്. പക്ഷെ കൂടെ മകൻ അബു ജോൺ ജോസഫും വന്നിട്ടുണ്ട്. അപ്പൊ നിർണായകമായി 7 സീറ്റ് ഒരു 5 സീറ്റെങ്കിലും വിജയിച്ച് നിന്നാൽ മാത്രമേ ഇവർക്ക് കൃത്യമായി ബാർഗെയിൻ ചെയ്ത് UDF നിന്ന് അവർക്ക് ആവശ്യമായ ഭരണം കിട്ടിയാൽ സ്ഥാനങ്ങൾ കിട്ടുള്ളൂ. പക്ഷെ ഇത്തവണ കൂടി അവർക്ക് പ്രതീക്ഷിച്ച നിലവാരത്തിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ 8 സീറ്റിൽ നിന്ന് വീണ്ടും കുറയും. കാരണം കോൺഗ്രസ് പറയുന്നത് നിങ്ങൾ 10 സീറ്റ് മത്സരിച്ചു വിജയിച്ചില്ല, 2 സീറ്റാണ് ജയിക്കുന്നത്. 8 സീറ്റിൽ മത്സരിച്ചപ്പോഴും ഇത്ര സീറ്റ് ജയിച്ചിട്ടുള്ളൂ, പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് അധിക സീറ്റുകൾ തരുന്നത് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായി മുന്നണിയിൽ നിന്ന് വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ PJ ജോസഫിനും ഇത് വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. ഇതിൽ വിജയിക്കുക, ഇതിൽ മാക്സിമം തെരഞ്ഞെടുപ്പ് വിജയിക്കുക, അതുപോലെ തന്നെ ഭരണത്തിൽ ഭാഗമാവുക, എങ്കിൽ മാത്രമേ അവർക്കും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ കേരള കോൺഗ്രസ് എം ഒരു പക്ഷേ വൻ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ UDF മടങ്ങിപ്പോകുകയല്ലാതെ വേറെ വഴിയില്ല. ആ ജോസ് കെ മാണിക്ക് ഒരു നാണം കെട്ട ഒരു മടങ്ങിവരവായി പോകും. ഇതിനു മുമ്പേ എത്തിയിരുന്നെങ്കിൽ കുഴപ്പമില്ല, സ്വന്തം തറവാടിലേക്ക് മടങ്ങി എത്തിയെന്ന് പറയുന്നു. പക്ഷേ ഒരു സീറ്റും കിട്ടിയില്ല, വൻ മാർജിനിൽ പരാജയപ്പെടുകയും ചെയ്തു. അങ്ങനെ തിരിച്ചെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ജനപ്രീതി കുറയും. അല്ല, ജനപ്രീതി എന്ന് മാത്രമല്ല, ഈ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ എക്സിസ്റ്റൻസിനെ തന്നെ അത് വളരെ രീതിയിൽ ബാധിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ കേരള കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് വോട്ടുകൾ കൂടിയാണ് കേരള കോൺഗ്രസിലേക്ക് വരേണ്ടത്. അപ്പോൾ അവർക്ക് ആ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകളിലേക്ക് അവർക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവർക്ക് എന്ത് എക്സിസ്റ്റൻസ് ആ ഉള്ളത്? കേരള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി LDF വിട്ട് UDF വരാൻ നിന്നാൽ UDF വളരെ പെട്ടെന്നൊന്നും സ്വീകരിക്കില്ല. കാരണം ഇവര് ഇത്രയും ശക്തമായി നിൽക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് വരാൻ നോക്കുമ്പോൾ PJ ജോസഫ് വിഭാഗം ഇവിടെ കൃത്യമായി അതിന് തടയിടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഭരണം കിട്ടിയതിന് ശേഷം ഇങ്ങോട്ട് കടന്നു വരിക എന്ന് പറയുന്നത് ചെറിയൊരു വലിയ വെല്ലുവിളിയായിരിക്കും. അല്ല, എന്തുകൊണ്ടായിരിക്കും ഈ ജോസഫ് വിഭാഗം ജോസ് കെ മാണിയുടെ വരവിനെ എതിർക്കാൻ നോക്കുന്നത്? അല്ല, സ്വാഭാവികമായിട്ട് 10 സീറ്റ് എന്ന് പറയുന്ന സീറ്റ് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കാണ് UDF കൊടുക്കുന്നത്. അപ്പോൾ ജോസ് കെ മാണിയുടെ വരവ് കൂടി വരുമ്പോൾ 2 കേരള കോൺഗ്രസ് പാർട്ടിയെ ഒരിക്കലും UDF അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. 12 സീറ്റിൽ മത്സരിച്ചുകൊണ്ടിരുന്ന ഈ കേരള കോൺഗ്രസ് എം ജോസഫ് വിഭാഗത്തിനേക്കാൾ കുറച്ചുകൂടി ശക്തിയുള്ള പാർട്ടിയാണ്. അവർ വരുമ്പോൾ അവർക്ക് അവരുടേതായ പ്രാതിനിധ്യം കിട്ടുമ്പോൾ അത് കുറയുന്നത് PJ ജോസഫിനായിരിക്കാം. കാരണം കോൺഗ്രസിന്റെ കയ്യിൽ നിന്നുള്ള ടിക്കറ്റിൽ നിന്ന് എത്ര സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറാവും? അതുകൊണ്ട് തന്നെ അപ്പോൾ കേരള കോൺഗ്രസ് 2 കേരള കോൺഗ്രസ് ഉണ്ട്. അപ്പോൾ അവർക്ക് സീറ്റുകൾ വിഭജിക്കണം, സ്ഥാനങ്ങൾ വിഭജിക്കണം. ഭരണത്തിൽ വന്നാൽ അർഹമായ അവർക്ക് അനുഭവിക്കുന്ന സ്ഥാനങ്ങൾ നഷ്ടപ്പെടും, അവരുടെ സ്വാധീന മേഖലകൾ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ജോസഫ് വിഭാഗം എതിർക്കുന്നത്. ഇനി ഇലക്ഷന് ശേഷം ഇങ്ങനെ ആയിരിക്കും സംഭവിക്കാൻ പോകുക? അതായത് കേരള കോൺഗ്രസ് എം ഒന്നുകൂടി വിഭജിച്ച് കേരള കോൺഗ്രസ് മിനി എം എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും വിഭജിക്കാൻ. കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയം വെച്ച് നോക്കുകയാണെങ്കിൽ 1 2 3 വരെ വിഭജിച്ച് പോകാനുള്ളത് സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കേരള കോൺഗ്രസുകൾ ഇതിനിടയിൽ വന്നു. കേരള കോൺഗ്രസ് ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ടായി, അതുപോലെ തന്നെ കേരള കോൺഗ്രസ് സെക്കുലർ ഉണ്ടായി, ബി ഉണ്ട്, ജേക്കബ് ഉണ്ട്. ആ 2 പാർട്ടികളും UDF-നൊപ്പം മത്സരിക്കുന്നുണ്ട്. അല്ല, UDF-നും LDF-നൊപ്പം മത്സരിക്കുന്നുണ്ട്. അപ്പൊ കേരള കോൺഗ്രസ് ഇങ്ങനെ പിളർന്നുകൊണ്ടേയിരിക്കും. അത് അവരുടെ ഒരു ജനസിന്റെ ഭാഗമാണ്. ഇപ്പൊ പിളർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അത് നമ്മൾ നേരത്തെ ആദർശ് പറഞ്ഞ പോലെ 2 കേരള കോൺഗ്രസ് പാർട്ടികളുടെ കൂടി വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പിറവത്ത് അനൂപ് ജേക്കബിന് ജയിക്കുക എന്നുള്ളത് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ നിലനിൽപ്പിനും അതുപോലെ പത്തനാപുരത്ത് ഗണേഷ് കുമാർ ജയിക്കുക എന്നുള്ളത് കേരള കോൺഗ്രസ് ബിയുടെ നിലനിൽപ്പിനും ഏറ്റവും അത്യാവശ്യമാണ്. ഇവർ രണ്ടുപേരും പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ആ പാർട്ടിക്ക് പിന്നെ ഒരു സ്വാധീനം ഇല്ലാത്തൊരു ഇതുമല്ല, ഒരു എക്സിസ്റ്റൻസ് ഇല്ലാത്ത രീതിയിൽ മാഞ്ഞു പോകുന്നവരോ. അതെ. അതുകൊണ്ട് തന്നെ ഈ പാർട്ടികൾക്ക്, ഈ കേരള കോൺഗ്രസ് ഇടതിലായിരുന്നാലും വലതിലായിരുന്നാലും നിൽക്കുന്ന കേരള കോൺഗ്രസുകൾക്ക് പരമാവധി വിജയം, പരമാവധി സീറ്റ്, ഇത് രണ്ടും അല്ലാതെ മറ്റൊരു ലക്ഷ്യവും വെച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഇപ്പോൾ ഉള്ളത്.